രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതിൻ്റെതാണ്. നേരത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടു നൽകിയിരുന്നു. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവല്ല കോടതി നൽകിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വൈദ്യപരിശോധനയ്ക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത്. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തും. അതിനുശേഷം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും. പത്തനംതിട്ട AR ക്യാമ്പിലേക്കാകും അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോകുന്നത്. പിന്നീട് 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി എന്ന് പറയുമ്പോൾ വിശദമായ തെളിവെടുപ്പ് ആവശ്യമുണ്ട്. തിരുവല്ലയിൽ ഹോട്ടലിൽ എത്തിച്ച തെളിവെടുപ്പ് കനത്ത സുരക്ഷയാണ് ഉള്ളത്. നേരത്തെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ നിന്ന് പുറത്തെത്തിച്ചിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ് തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക്. വലിയ പ്രതിഷേധമുണ്ട് അവിടെ. ചീമുട്ടയേറ് നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി. ഷിജോ, ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പോലീസ് വാഹനത്തിൽ ഇരിക്കുന്നത്. താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രതിഷേധമുണ്ടായി മുട്ട എറിഞ്ഞു എന്നാണ് തോന്നുന്നത്. കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. രാഹുലിന് നേരെ മുട്ടയടക്കമുണ്ടായിരുന്നു. വലിയ പ്രതിഷേധം ഇവിടെ കോടതി പരിസരത്ത് ഉണ്ടാകുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് വാഹനം ഇപ്പോൾ രാഹുലുമായിട്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. ഒരുപക്ഷെ പത്തനംതിട്ടയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കാം വൈദ്യപരിശോധന. നിലവിൽ എന്തായാലും താലൂക്ക് ആശുപത്രിയിലേക്ക് തന്നെയാണ് രാഹുലുമായിട്ടുള്ള പോലീസ് വാഹനം പോകുന്നത്. താലൂക്ക് ആശുപത്രിയിലേക്ക് പോലീസ് വാഹനം കയറുന്നു. അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി നേരെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് പോകും. വലിയ പ്രതിഷേധം SFIയുടെയും DYFIയുടെയും അതുപോലെ തന്നെ യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. കോടതി 3 ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 3 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ തുടരും. വലിയ പ്രതിഷേധം ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞു. പോലീസിന് നേർക്കും രാഹുലിന് നേർക്കും ഒക്കെ മുട്ട എറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. നേരത്തെ കരിങ്കൊടി പ്രതിഷേധവും മുദ്രാവാക്യം വിളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും DYFI പ്രവർത്തകർ ഇവിടേക്ക് ഈ പറയുന്ന താലൂക്ക് ആശുപത്രിയിലേക്ക് വരികയാണ്. പോലീസുകാർക്ക് നേർക്കും വലിയ തരത്തിൽ ഈ മുട്ടയിറക്കൽ കിട്ടി. അങ്ങനെ രാഹുലിനെ മുട്ടയെറിഞ്ഞും കാർക്കിച്ച് തുപ്പിയും ഒക്കെയാണ് പ്രവർത്തകർ രാഹുലിന് നേർക്ക് ആക്രോശിച്ചുകൊണ്ട് വന്നത്. അപ്പോഴും ആ വാഹനത്തിനുള്ളിൽ, പോലീസ് വാഹനത്തിനുള്ളിൽ ചിരിച്ചുകൊണ്ട് ഒരു സൗമ്യനായിട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കണ്ടത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എന്തായാലും താലൂക്ക് ആശുപത്രിയിലേക്ക് നമ്മൾ പോവുകയാണ്. താലൂക്ക് ആശുപത്രിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ കൂടി ഉണ്ടായേക്കാം. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്കായി തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കോടതിയിൽ നിന്ന് പുറത്തിറക്കുമ്പോഴും വലിയ പ്രതിഷേധമുണ്ടായി. ചീമുട്ടയേറ്, കല്ലേറ്, ഷീൽഡ് കൊണ്ട് കവചമൊരുക്കുന്ന പോലീസിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോഴും സംസാരിക്കാതെ പ്രതികരണം ആരാഞ്ഞു മാധ്യമങ്ങൾ. പക്ഷേ പ്രതികരിക്കാതെ ചിരിച്ചുകൊണ്ട് പോകുന്ന വാഹനത്തിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമ്മൾ കണ്ടത്. നേരത്തെയും അതേ രീതിയിൽ തന്നെ ഒരു ഭാവമാറ്റവുമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് നമ്മൾ കണ്ടത്. വലിയ പ്രതിഷേധങ്ങൾക്ക് നേരത്തെ ആശുപത്രി പരിസരം, കോടതി പരിസരവും ഒക്കെ വേദിയായിരുന്നു. ഇപ്പോഴും ആ പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. DYFI, യുവമോർച്ച, യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം. ചീമുട്ടയേറും കല്ലേറും നേരിട്ടുകൊണ്ട് പാലക്കാടിന്റെ MLA പോലീസ് വാഹനത്തിൽ കയറി ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആദ്യം വൈദ്യപരിശോധന, അതിനുശേഷം പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. പിന്നീടാകും തെളിവെടുപ്പ്, വിശദമായ തെളിവെടുപ്പ്. പോലീസ് കസ്റ്റഡിയിൽ 3 ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ്. അതിക്രമം നടന്നത് തിരുവല്ലയിലെ ഹോട്ടലിലാണ്. അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവിടെ എത്തിച്ചുള്ള വിശദമായ തെളിവെടുപ്പ്. പാലക്കാട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട്. ഈ പീഡന ദൃശ്യങ്ങൾ ഉൾപ്പെടെ അടങ്ങിയിട്ടുള്ള ഫോണുണ്ട്. ആ ഫോൺ എവിടെയാണ് എന്നതിൽ വ്യക്തത കൈവന്നിട്ടില്ല. പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും കോടതി പരിസരത്തുള്ള പ്രതിഷേധം, ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം.
താലൂക്ക് ആശുപത്രിക്ക് മുന്നിലുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി. ഷിജോ, വലിയ പ്രതിഷേധത്തിന് നേരത്തെയും ആശുപത്രി പരിസരം സാക്ഷ്യം വഹിച്ചതാണ്. ആ പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധക്കാരെ പോലീസ് മാറ്റുകയാണല്ലേ അവിടെ നിന്ന്? അതേ അനുജ, വലിയ പ്രതിഷേധം തിരുവല്ല താലൂക്ക് ആശുപത്രിയിലും ഉണ്ടാകുന്നു. പ്രവർത്തകരെ ആശുപത്രിക്ക് മുമ്പിൽ പോലീസ് തടഞ്ഞെങ്കിലും മറ്റു വഴിയിലൂടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തത്. അവരെ ഇപ്പോൾ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് ഇവിടുന്ന് മാറ്റുകയാണ്. രാഹുലിനെ വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു 3 ദിവസത്തേക്കായിരിക്കും രാഹുലിനെ കസ്റ്റഡിയിൽ വിടുക. കസ്റ്റഡിയിൽ വിട്ടാൽ ഉടൻ തന്നെ രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതുപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വൈദ്യ പരിശോധന ഏതാണ്ട് ഒരു 10 മിനിറ്റിനകം പൂർത്തിയാകും. ആ വൈദ്യ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് ഇവിടുന്ന് ബലം പ്രയോഗിച്ചുകൊണ്ട് നീക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു തരത്തിലും രാഹുലിന് മറ്റൊരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ, ഒരു ജനപ്രതിനിധിയാണ്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ രാഹുലിനെ സുരക്ഷിതമായിട്ട് തന്നെ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. 3 ദിവസമാണ് കസ്റ്റഡി. അപ്പോൾ 3 ദിവസം കൊണ്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കണം. ഇപ്പോൾ എന്തായാലും ആശുപത്രി തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് രാഹുലിന്റെ വൈദ്യപരിശോധന. ആ നേരത്തെ ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് ഇവിടെ വന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുകയായിരുന്നു. കോടതി നടപടികൾ പൂർത്തിയാക്കി രാഹുലിനെ 3 ദിവസത്തേക്ക് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അരുന്ധതി ദിലീപ് 3 ദിവസത്തേക്ക് SITയുടെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ പ്രതികരണത്തിന് ശ്രമിക്കും. രാഹുലിന്റെ ഭാഗത്ത് നിന്ന് വലിയ കവചമൊരുക്കി, രാഹുലിന് അങ്ങേയറ്റം സുരക്ഷാ കവചമൊരുക്കി തന്നെയാണ് പോലീസ് സംഘം രാഹുലിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. പോലീസ് രാഹുലിന് നേർക്ക് ചീമുട്ട എറിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുള്ള ഡിവൈഎഫ്ഐയുടെ യുവമോർച്ചയുടെ SFIയുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ പ്രതിഷേധം ആശുപത്രി കോമ്പൗണ്ടിനകത്ത് ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണം പോലീസ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പോലീസിന്റെ ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് വലിയ കവചമൊരുക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്തായാലും അല്പസമയത്തിനകം വൈദ്യപരിശോധന പൂർത്തിയാക്കി ഏറിയാൽ ഒരു 10 മിനിറ്റകം പുറത്തേക്ക് കൊണ്ടുവരും. പുറത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ വലിയ പ്രതിഷേധത്തിന് സാധ്യതയില്ല. കാരണം നിലവിൽ ആശുപത്രി കോമ്പൗണ്ടിനകത്തേക്ക് കയറിയ എല്ലാ ഡിവൈഎഫ്ഐ യുവമോർച്ച SFI പ്രവർത്തകരെയും പോലീസ് മാറ്റിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരണത്തിന് ശ്രമിക്കും. രാഹുലിനും ചിലത് പറയാനുണ്ട് എന്നുള്ള പ്രതികരണം നേരത്തെ കോടതിയിലേക്ക് കയറിപ്പോയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ രാഹുലിനെ ഇനി എന്താണ് പറയാനുള്ളതെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആ പ്രതികരണത്തിന് ശ്രമിക്കാവുന്നതാണ്. എന്തായാലും പോലീസ് സംഘം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടുമായിട്ട് ആശുപത്രിക്കുള്ളിൽ നിന്ന് വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയാണ്. പോലീസിന്റെ കവചമുണ്ട്. മറ്റ് രോഗികളെ സമീപത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് മാധ്യമങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. രാഹുലിന്റെ കസ്റ്റഡി അല്ലെങ്കിൽ ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു കാര്യമാണ് കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ അടക്കമുള്ളവർ വാദിച്ചത്. കാരണം ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, ചട്ടങ്ങൾ പാലിക്കാതെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ കുറേയധികം ഇതിനകത്ത് മറ്റു പല വിഷയങ്ങളുമുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, മറ്റു പല താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് തന്റെ അറസ്റ്റ്, തന്നെ പലയിടങ്ങളിലും കൊണ്ട് പ്രദർശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യം രാഹുലിന്റെ അഭിഭാഷകൻ മജിസ്ട്രേറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രതിഭാഗത്തിന്റെ വാദം പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നുള്ളതായിരുന്നു SITയുടെ ആവശ്യം. 5 ദിവസത്തെ കസ്റ്റഡിക്ക് പകരം 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടാം എന്നുള്ള നിലപാട് മജിസ്ട്രേറ്റ് സ്വീകരിക്കുന്നു. അതുപ്രകാരം രാഹുലിനെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ഈ വൈദ്യപരിശോധന മാത്രമാണ്. ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടുമായിട്ട് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് പോലീസ് സംഘം പോകും. അതിനുശേഷമായിരിക്കും തിരുവല്ല അടക്കമുള്ള ഹോട്ടലുകളിൽ എത്തിച്ച് രാഹുലുമായിട്ടുള്ള തെളിവെടുപ്പ് അടക്കം ഉണ്ടാവുക. സാഹചര്യ ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ആ സാഹചര്യ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള കാര്യം. അത് ഒരുപക്ഷെ തിരുവല്ലയിലെ ആ ഹോട്ടൽ മുറിയിൽ എത്തിച്ചായിരിക്കും. അതിനുശേഷം പാലക്കാട് അടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. പാലക്കാടും തിരുവല്ലയിലും തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം കുറേയധികം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ രാഹുലിന്റെ ഡിജിറ്റൽ ഡിവൈസുകൾ നിലവിൽ ഉപയോഗിക്കുന്ന iPhone അന്ന് 2024 ഏപ്രിൽ മാസം 8-ാം തീയതി ഈ പീഡനം നടക്കുന്ന സമയത്ത് രാഹുൽ ഉപയോഗിച്ച ആ ഫോൺ, അതുപോലെ തന്നെ ഈ യുവതിയുടെ നഗ്ന ചിത്രങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ പകർത്തിയിരുന്നു. അപ്പോൾ അതടക്കം റിക്കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഫോൺ എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് രാഹുലിന്റെ കസ്റ്റഡി അങ്ങേയറ്റം അനിവാര്യമാണ് എന്നുള്ള വാദമാണ് കോടതിയിൽ ഉന്നയിച്ചത്. പ്രതിഭാഗം ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളെയും തള്ളിക്കൊണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് മജിസ്ട്രേറ്റ് 3 ദിവസത്തെ കസ്റ്റഡി നൽകിയിരിക്കുന്നു. ഈ 3 ദിവസം എന്ന് പറയുന്നത് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് SIT ഇതുവരെ ശേഖരിച്ച തെളിവുകളുണ്ട്. ഈ പെൺകുട്ടിയുടെ മൊഴിയടക്കം ഓൺലൈനിലൂടെ രേഖപ്പെടുത്തിയതാണ്. 164 രേഖപ്പെടുത്താനുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സമയം രാഹുലിന്റെ ഈ പറയുന്ന 3-ാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്നു. ആ കേസിൽ അങ്ങേയറ്റം സാധ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് രാഹുലിന് ഏതൊക്കെ തരത്തിൽ കുരുക്കുമുറുക്കാൻ കഴിയുമോ ആ രീതിയിലേക്കുള്ള തെളിവുകളാണ് ഇനി ശേഖരിക്കേണ്ടത്. ആ തെളിവുകൾ ശേഖരിക്കാനുള്ള ഈ പറയുന്ന മണിക്കൂറുകൾ 3 ദിവസം, ആ 3 ദിവസമുള്ള ഈ മണിക്കൂറുകൾ 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ
പറയുന്ന ഒരു 3 ദിവസത്തെ മണിക്കൂറുകൾ എന്ന് പറയുന്ന 72 ആ സമയങ്ങൾ അങ്ങേയറ്റം നിർണായകമാണ്. ആ സമയം കൊണ്ട് തന്നെ രാഹുലിൽ നിന്ന് 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിട്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസും അറസ്റ്റും, നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നൊക്കെ കോടതിയിൽ വാദിച്ചെങ്കിലും പോലീസ് കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടു നൽകി. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.